ഇതിൽ കാണിക്കാൻ പാടാത്തൊരു സംഭവം കൂടി ഉണ്ട്. അതായത് കസ്റ്റമറിനെ അധികം പ്രൊമോട്ട് ചെയ്യണമെന്നാ പറഞ്ഞേക്കണല്ലേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെറ്റിംഗ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മോഡും കൂടെ ഒളിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് വെഹിക്കിളിന്റെ സെറ്റിംഗ്സിന്റെ ഉള്ളിൽ ഇതെന്തായാലും സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ നിർത്തിയതൊന്ന് വണ്ടി സ്റ്റോപ്പ് ആവും. അതിനുശേഷം ഞാൻ ഒന്നും കൂടെ കൺഫേം ആക്കട്ടോ. അതായത് ഇതിന്റെ ഉള്ളിൽ സ്പോർട്സ് മോഡിലേക്ക് മാറ്റാം. ഒരു ഹാരിയർ എന്റെ പൊന്നോ, ഫാൻസിന് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു കേസായിരുന്നു. ഈവിനിങ് കൊണ്ട് ഓഫ് റോഡ് പോകാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു സംഭവം എന്തായാലും ഇതിലുണ്ടായിരിക്കില്ല. അപ്പൊ ജസ്റ്റ് ഈ ഒരു റേറ്റിംഗ് കാർഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോട്ടെ. ഞാൻ ഇവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഇതേ ലോക്കായി. അങ്ങനെ ഫൈനലി നമ്മളൊരു ടാറ്റയുടെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ബ്രോ, എൻ്റെ ഒരു മനസ്സിലുണ്ടാ കുറേ നാളായി കണ്ടിട്ട്, എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നതിനായിട്ട് വലിയൊരു ഷോറൂമാണ് ഉള്ളത്. ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ പൊന്നി. ടാറ്റയുടെ ഇവന്റ് എടുത്തപ്പോൾ അവര് ഞെട്ടിയതാണ്. വലിയ ടാറ്റയുടെ ഒരു EV സ്റ്റോർ ഇങ്ങനെ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത്, ഇന്ത്യസ് ലാർജസ്റ്റ് ടാറ്റ.EV സ്റ്റോർ. എൻ്റെ പൊന്നോ, ഇവിടെ മാത്രമാണ് നിലവിൽ നമുക്ക് ഹാരിയർ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നത്. ഇതെന്താ കഴിഞ്ഞാൽ ഡബിൾ ഡിന്നാണ്, അത് ഇവോൾവ് ഏരിയ. ആ മേളിലുള്ള സ്ഥലം ഫുള്ള് കസ്റ്റമേഴ്സിന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഫാമിലി ആയിട്ട് വന്നിട്ട് ഇരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദൂരമുള്ള കസ്റ്റമറാണ്, എറണാകുളത്ത് വേറെ അവർക്ക് ഓഫീസ് ഇതൊന്നുമില്ല, ഒരു ക്ലയൻറ്റിനെ കാണണമെന്നാണെങ്കിൽ ഇവിടെ വന്നിരിക്കാം. ഇവിടെ ബ്ലൂടൂത്ത് കോഫി ഉണ്ട്, അതെല്ലാം വഴിയെ പറഞ്ഞ് ശരത്, ഞാൻ ശരത്തിനെ കണക്ട് ചെയ്ത് തരാം. സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു വണ്ടൻ പ്രീമിയം പോർച്ചയുടെ ഒരു ഷോറൂം സെറ്റപ്പ് ഇല്ലേ, ലീഡിങ് സ്റ്റാർ ആണ്. അതെ, അടിപൊളി അടിപൊളി. ഷോറൂം ഒന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾ ആരുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്നാണ്. 2 സർപ്രൈസ് ഉള്ളു. ഒന്ന് ഷോറൂം, 2 വേറെ സാധനം വന്നിട്ടുണ്ട്, കൂടി കാണിച്ചു കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ നമുക്ക്. ഇതിപ്പോ വേറെ കേരളത്തിൽ എവിടെ എത്തിയിട്ടില്ല അല്ലേ? ആദ്യം കൊണ്ടുവന്നത് നമ്മൾ ലക്സോണിൽ തന്നെയാണ്. ഓ, കൊച്ചിയില്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ദൂരം വന്നേക്കണത്. ഇത് അടിപൊളിയായിട്ട് അവർ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ആ ഒരു വണ്ടിയുടെ അതേ ഡിസൈനല്ലേ? ഫ്രണ്ടൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ കുറെ വ്യത്യാസങ്ങളുണ്ട്. അത് ഓടിച്ചു തുടങ്ങുമ്പോഴാണ് മെയിൻ വ്യത്യാസങ്ങളൊക്കെ തുടങ്ങാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു വണ്ടി എന്ന് പറയുന്നത്. ലൈറ്റ് അതോ ഫ്രണ്ടിലത്തെ ലുക്ക് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടില്ലേ? ഓ, അതേപോലെ തന്നെ ഇതിന്റെ അലോയ്സ് ഇപ്പൊ നിലവില് തിരിച്ചിട്ടുണ്ട്. ഇതിപ്പോ 19 ഇഞ്ച് അല്ലേ? 18 ഇഞ്ച് ആ ഒരു റേഞ്ചിലല്ലേ? ലുക്കില് വേറെ അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു EVയുടെ ബാഡ്ജിങ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴും ചെറിയ വ്യത്യാസങ്ങളല്ലേ? ഈ ഒരു ടെയിൽ ലൈറ്റ്, അതുപോലെ നമുക്കൊരു അതുപോലെ ക്യാമറ ഇരിക്കുന്നില്ല. അതെന്താണ് ശരിക്കും? നമുക്ക് 540 ഡിഗ്രി ക്യാമറയാണ്. നമുക്ക് 540 ഡിഗ്രി ട്രാൻസ്പെറന്റ് മോഡും അതുപോലെ ഇൻസൈഡ് റിവ്യൂ മിറർ ഇല്ലേ, അതിനകത്ത് റെക്കോർഡിക്കലുണ്ടാവും. ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും ബാക്കിലത്തെ കാര്യങ്ങൾ. ഓ, ഡാഷ് ക്യാമറയുടെ ആവശ്യമില്ലല്ലേ? അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള വണ്ടിയുടെ ലുക്കുകൾ എന്നൊക്കെ പറയുന്നത്. വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല കേട്ടോ. വലിപ്പം കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാരിയറിന്റെ സെയിം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇനി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് കേട്ടോ. നമ്മുടെ ആ ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന്റെ കീ 3 സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞേ, അങ്ങനെ ഫസ്റ്റ് വരുന്നത് കീ ഫോബ് ആണ്. ഇത് അടിപൊളിയായിട്ടുള്ളത് കാണാൻ. പുതിയൊരു കീ ഓപ്ഷൻ, സിമ്പിൾ, വെരി സിമ്പിൾ ആണ്. എന്നാൽ ഈ കുഞ്ഞു കീ തന്നെ നമുക്ക് ഏകദേശം 11 ഫീച്ചർ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഉള്ളില്ല എന്റെ മോനെ, ഇൻഷെറ്റീവാണ്. അത് കൂടാതെ നമുക്ക് ഒരു ആക്സസ് കീ ഉണ്ട്, NF കീ എന്നാണ്. വണ്ടി ഇപ്പോൾ ലോക്ക് ആണെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ലോക്ക്. ഈ കാർഡ് നമ്മുടെ കയ്യിലുണ്ടായാൽ മതിയില്ലേ? അപ്പൊ ജസ്റ്റ് ഈ ഒരു റേറ്റിംഗ് കാർഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോട്ടെ. ഞാൻ ഇവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഇതേ ലോക്കായി. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി അൺലോക്കായി. അമ്മ അതിലൊരു സെറ്റപ്പ് ഇല്ലേ? മൂന്നാമത്തെ ഓപ്ഷൻ ഡിജിറ്റൽ കീ ആണ്. നമുക്ക് ഫോണിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഫോണിൽ കീ ഷെയർ ചെയ്യാൻ പറ്റും. അതല്ലേ? കീയിൽ നമുക്ക് 7 പേർക്ക് ഷെയർ ചെയ്യാം. 7 പേർക്ക് ആക്സസ് ആണ്. അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സാർ ഒരു ഫ്ലാറ്റിൽ നിൽക്കുവാണ്, താഴെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് എന്തെങ്കിലും സാധനം എടുക്കണം, അവർക്ക് കീ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വണ്ടി അൺലോക്ക് ചെയ്യാൻ പറ്റും, ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ലിമിറ്റഡ് ആക്സസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം. കീ മറന്നുപോയാലും പ്രശ്നങ്ങളൊന്നുമില്ല. 3 ഓപ്ഷനിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അടിപൊളി. ഈ കീ ഇല്ലെന്ന് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇത് വെച്ച് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കീ ഇത് മാത്രമേ കയ്യിലുള്ളൂ. ഇത് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക്. നമ്മൾ നേരെ വന്നിട്ട് ഇവിടെ ഒരു NFC-യുടെ ഒരു സിമ്പിൾ ഉണ്ട്. ഇവിടെയും വരുന്നുണ്ടല്ലേ? സിമ്പിൾ നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് പണ്ടത്തെ മറ്റേ കീകളൊക്കെ കയ്യിൽ പിടിച്ചിറങ്ങുന്ന സെറ്റപ്പ് ഒന്നും ഇല്ല. പേഴ്സണലി ഫോൺ ടാപ്പ് ATM കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആവശ്യമുള്ള എടുത്ത് ടാപ്പ് മറന്നു പോകത്തില്ല. കാരണം ATM കാർഡ് എപ്പോഴും മറക്കത്തില്ലല്ലോ. ഈ നമ്മുടെ പേയ്മെന്റ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണ പോലെ മൊബൈലിലേക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഈ കാർഡ് മൊബൈൽ ഈസി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ടാപ്പിംഗ് കാർഡ്
ടാപ്പിംഗ് കാർഡ് അല്ലേ ചെയ്യാൻ പറ്റും, അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കാം, കീ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ ഇത് ഉപയോഗിച്ച ഒരാളെന്നുള്ള ഒരു നിലയ്ക്ക് സീറ്റ് വെന്റിലേഷൻ വന്നിട്ടുണ്ട്. ഇതാ ഒരു മോഡൽ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മെമ്മറി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് വണ്ടിയുടെ ഡോർ പാഡിന്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി വൈറ്റ് തന്നെയാണ് കേട്ടോ. വൈറ്റും അതേപോലെ തന്നെ ഗ്രേയും മിക്സിംഗ് അല്ലേ, ബ്ലാക്കും ഉണ്ട് ഇടയില്. അത്തരത്തിലാണ് ഈ ഒരു വണ്ടിയുടെ ഇന്റീരിയർ ശരിക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഓൾ വീൽ ഡ്രൈവ് ആണോ ശരിക്കും? ഇത് ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്, അത് റിയൽ വീൽ ഡ്രൈവ്, എല്ലാ വണ്ടി റിയൽ വീൽ ഡ്രൈവ് ആണ്, ഓൾ വീൽ ഡ്രൈവ് ആണ്. അതായത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. എല്ലാ സാധാരണക്കാർക്കും മുതൽ ക്യാഷ് ഉള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 22 ലക്ഷം. 22 ലക്ഷം ഓൺ റോഡ് ആണോ? അങ്ങനെ എത്ര വേരിയന്റുകൾ ഉണ്ട് നമുക്ക്? നമുക്ക് വരുന്നത് അഡ്വഞ്ചർ എന്ന വേരിയന്റ് ഉണ്ട്. അതിൽ തന്നെ സൺറൂഫ് ഓപ്ഷണൽ ആയിട്ടുള്ള വേരിയന്റ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജ് ഓപ്ഷണബിൾ ആണ്. ACFC ഓപ്ഷൻ ഫാസ്റ്റ് ചാർജിങ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വേരിയന്റ് ഫിയർലെസ് ആണ്. അതായത് നമ്മുടെ മറ്റേ ചില ഹോട്ടലുകളിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് അനുസരിച്ചുള്ള വണ്ടി എടുത്താൽ മതി. അതേപോലെ നമുക്ക് സെക്കൻഡ് വേരിയന്റ് ഫിയർലെസ് ആണ്. ബേസ് വേരിയന്റ് അഡ്വഞ്ചർ എന്ന് പറയുന്നത് 65 kW ബാറ്ററി മാത്രമേ കിട്ടും. അതേപോലെ തന്നെ ഫിയർലെസ്സിലേക്ക് വരുന്നത് നമുക്ക് ഓപ്ഷനബിൾ ആണ്. മീൻസ് കസ്റ്റമറിന് ഓപ്റ്റ് ചെയ്യാം 75 ഓപ്ഷനിൽ വേണോ അതോ 65 ഓപ്ഷനിൽ വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ തീരുമാനിക്കാം. ഓപ്ഷനിൽ എടുക്കാം, അവരുടെ നീഡ് അനുസരിച്ചിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇന്റീരിയർ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ബേസ് വേരിയന്റിലേക്ക് വരുമ്പോൾ ഇവരെ അഡ്വഞ്ചറിൽ നമുക്കൊരു പാറ്റേൺ വരുന്നത് ഒരു കോഫി ബ്രൗൺ ടൈപ്പ് ബ്ലാക്ക് മിന്റേലായിരിക്കും ഏറ്റവും ബേസ് അഡ്വഞ്ചറിൽ വരും. ഫിയർലെസ്സിലേക്ക് വരുമ്പോൾ ഇന്റീരിയർ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് മാറും. ഒരു ബ്ലാക്ക് തീം കാർഡിലാണ് അതിന്റെ ഇന്റീരിയർ കൊടുത്തേക്കുന്നത്. അതിനകത്ത് നമുക്ക് ഈ ഓപ്ഷൻ ബാറ്ററി ബാക്ക് ആണ് ഓപ്ഷൻസ്, ഫീച്ചേഴ്സ് മാറ്റം വരും. ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരുപാട് വേരിയന്റുകളുണ്ട്, അതിനനുസരിച്ച് പ്രൈസും വ്യത്യാസമുണ്ട്. അതെ, കസ്റ്റമർ വന്ന് അവർക്ക് അനുസരിച്ചുള്ള മോഡൽ ഓപ്ഷൻസ് ചൂസ് ചെയ്തെടുക്കാം. റേഞ്ചിലൊന്നും വ്യത്യാസങ്ങളില്ല. റേഞ്ചാണ് ബാറ്ററി ബാക്ക് ഓപ്റ്റ് ചെയ്യാം അവർക്ക്. 65 ആണോ 75 ആണോ എന്നുള്ള ഫിയർലെസ് സെക്കൻഡ് വേരിയന്റിൽ നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബേസ് വേരിയന്റിൽ ഒറ്റ ബാറ്ററി പാക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ടോപ്പ് വേരിയന്റ് ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുന്നത്. 34 ലക്ഷത്തി ഏകദേശം ഒരു 35-ന് താഴെയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റാവുന്ന കാഴ്ചയുള്ളൂ. അതായത് കളറിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീറ്റിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രോ ഉള്ളിൽ കയറിയിട്ട് ആ ബോസ് സീറ്റ് അത് ഞാൻ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. അത് സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരുമോ? ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ. അതായത് ഇതിന്റെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഹൈഡ്രോളിക് പോയി. അതായത് ഇതാണ് ശരിക്കും ഇതിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഞാൻ സ്റ്റിയറിംഗ് നോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇത് മാനുവലി അഡ്ജസ്റ്റബിൾ ആണോ അതോ ഓട്ടോമാറ്റിക് ആണോ? ഇത് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ടെലസ്കോപ്പിക് ആയിട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഇതിന് സൺറൂഫ് വരുന്നുണ്ട് കേട്ടോ. മറ്റേല് നമ്മൾ മൂൺ റൂഫ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഹാരിയറിൽ നോർമലി വരുന്ന പോലെ തന്നെ പനോറമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തുറന്നിരുന്നോട്ടെ, നമുക്ക് ആ ഒരു വെളിച്ചം എന്തായാലും ഉള്ളിൽ കിട്ടില്ലോ. നേരത്തെ വെച്ച ബോസ് മോഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർ ആരെങ്കിലും ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അവർക്ക് വരുവാണ്, ഫ്രണ്ടിൽ ആരും ഇല്ലെങ്കിൽ അവർക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ ജസ്റ്റ് സ്വിച്ച് ജസ്റ്റ് ഒന്ന് ക്യാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 3 പേരൊക്കെയാണ് പോകുന്നുള്ളൂ, ഫ്രണ്ടിൽ കോ ഡ്രൈവർ ഇല്ലെങ്കിൽ നമുക്ക് നിവർന്നിരിക്കണം, ഫ്രണ്ട് സൈഡ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ഈ ഒരു പാനൽ ഫുൾ ആയിട്ട് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. ഇത് മടക്കി വയ്ക്കാൻ പറ്റും. മാക്സിമം ഒരു ഫ്രണ്ടിലേക്ക് സ്പേസ് കിട്ടും. സ്പേസ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത്ര ലെഗ് റൂം ആയില്ല ഫുള്ളി ടാമ്പിൾ ചെയ്യാനും പറ്റും. അതായത് മൊത്തമായിട്ട് മടക്കാം, ഇത്രയും വരെ സ്റ്റേപ്പ് ചെയ്യാൻ പറ്റും. ഇനി ലെഗ് സ്പേസ് നമുക്ക് അത് വേണമെങ്കിൽ ഇത് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ബാക്കിൽ വായിക്കുന്ന രീതിയിൽ കണ്ടോ അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടി ഉണ്ടല്ലേ. ലോങ് പോകുമ്പോൾ സീറ്റിന്റെ ഭാഗങ്ങളിൽ നമുക്ക് ഇതാണ് ആ ഒരു ബോസ് മോഡ് എന്ന് പറയുന്നത്. ലോങ് റൈഡ് പോകുന്ന ആൾക്കാർക്ക്, ഡ്രൈവേഴ്സ് കൊടുക്കുന്ന ആൾക്കാർക്ക് റിലാക്സ് ആയിട്ട് ഫ്രണ്ടിൽ. അടിപൊളി അടിപൊളി. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടെ സീറ്റ് ഞാൻ കാണിച്ചു തന്നല്ലോ. എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി അടിപൊളി. അതേപോലെ തന്നെ ഈ ഭാഗങ്ങളൊന്നും മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിൽ കുറച്ച് സ്വിച്ചസ് ഉണ്ട് എന്നല്ലാണ്ട് കാഴ്ചയിൽ മാറ്റങ്ങളൊന്നും ഇല്ല. അങ്ങനെയുള്ള കണക്ടിവിറ്റി ടൂൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗങ്ങളിൽ തന്നെയാണ് വന്നേക്കുന്നത്. സൺറൂഫിന്റെ സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ സ്റ്റിയറിംഗ് വീല് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടുത്തെ AC-യുടെ കംപ്ലീറ്റ് കൺട്രോൾസ് പോയി. ഇവിടെ റേഡിയോ AC അങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരുന്നു. പുതിയ പാനലാണ് ടാറ്റ ഇൻട്രോഡ്യൂസ് ചെയ്തത്. അതല്ലേ, അതായത് ഇതിന്റെ ഉള്ളിലെല്ലാം ഹൈഡായിട്ട് കിടക്കുന്നുണ്ട്. വണ്ടി ഓൺ ആവും മാത്രമായിട്ട് അത് വരും, അത് കഴിയുമ്പോൾ അത് ബ്ലൈൻഡ് ആയിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, ഞാനിപ്പോ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ബട്ടൺ. അതിന്റെ ചുറ്റുപാടൊക്കെ അതിമനോഹരമായിട്ട് ശരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈശ്വര, ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പച്ചലൈ വന്ന പോലെ ആ ഒരു ഡിസൈനിന്റെ ഭാഗമാണ് കേട്ടോ. നമ്മുടെ സാംസങ്ങിന്റെ ഫോണിലൊക്കെ വരുന്ന പോലെ 4 ലൈൻ കണ്ടു ഞാൻ. ഇത്തരത്തിലാണ്. അതായത് നമ്മളിപ്പോ ഓഫ് ചെയ്യണ സമയത്ത് ഇവിടെ വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല, കംപ്ലീറ്റ്ലി ഓഫായി പോകും. ഓൺ ആക്കണ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ. അതായത് ആ വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് കാണാം. ഇതിവിടെ ഫുള്ള് ലൈറ്റുകൾ എത്തി. ഇതൊക്കെ ടച്ച് പാനൽ പോലെയാണ്. നമുക്ക് AC-യുടെ ഈ കാറ്റാണെച്ചാൽ അതേപോലെ തന്നെ ഗ്ലാസ് ചൂടാക്കുന്ന പ്രവർത്തനം വെച്ചാൽ എല്ലാം തന്നെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കംപ്ലീറ്റ്ലി അത്തരത്തിലാണ് ടച്ച് പാനലായിട്ടാണ് ശരിക്കും വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം,
ഇത് ഇന്ത്യ ഫസ്റ്റ് ലാർജസ്റ്റ് നമുക്ക് ഈ പറയുന്ന പോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ സാംസങ്ങിന്റെ ULED കൊണ്ടുവരുന്ന ആദ്യത്തെ വെഹിക്കിളാണ്. ഓ അതാണല്ലോ ഇത്രയും ക്വാളിറ്റി, ഭയങ്കര ക്വാളിറ്റിയാണ്. 14-inch ടച്ച് സ്ക്രീൻ വരുന്നത്, നല്ല ക്വാളിറ്റി ഉണ്ടാവും. അതുപോലെ ഡോൾബി അറ്റ്മോസ് 5.1ന്റെ ഇതും കിട്ടുന്നുണ്ട്. സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? 10 accuracy ആണ്. സൗണ്ട് ഇസ് ബെസ്റ്റ്. ഓക്കെ, എന്റെ ടാറ്റ ഏരിയയിൽ ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടൊരു പ്രശ്നമായിരുന്നു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം. ഒരു 10-20 തൊട്ട് ഞാൻ എങ്ങായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇവര് കംപ്ലീറ്റ്ലി ആ UI കാര്യങ്ങളൊക്കെ മാറ്റി, സോഫ്റ്റ്വെയർ ഒക്കെ മാറി. ഈ സെഗ്മെന്റിലെ ആദ്യത്തെ വലിയ ഏകദേശം 14 ഇഞ്ചോളം സൈസ് വരുന്നുണ്ട്. അത്രയും സൈസ് കൂടിയിട്ടുള്ള ആ ഒരു സെറ്റപ്പിലുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. പുതിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ടച്ച് പാനൽ പോലെ തന്നെ ഇതിലും നിങ്ങൾക്ക് AC കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഇതിപ്പോ ഓരോന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ഗൂഗിളിൽ നോക്കാം. കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മള് മേളിൽ കണ്ട ഒരു ഷാർഫിന്റെ ക്യാമറ ഇല്ലേ, അതിന്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ റിയർ വ്യൂ മിററില് ക്യാമറ വരുന്നത്. ഓ ഇതിപ്പോ നമ്മുടെ ബാക്ക് വശമാണ് കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ? ഇത് റെക്കോർഡിംഗ് ആണോ? റെക്കോർഡിംഗ് ആണ്. HD ക്യാമറ ഓപ്ഷൻ വരുന്നത് അതിനകത്ത്. ഓ ഇതൊരു ടച്ച് സ്ക്രീനും കൂടിയാണ് കേട്ടോ. ഇതേ ലൈവായിട്ട് ഇത് ഇവിടെ ഒരു വീഡിയോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവര് ആ മലയമ വണ്ടി ഏറ്റിട്ടുള്ള ഒരു സെറ്റപ്പ്. ആ അത് ശരിക്കും ബാക്ക്ഗ്രൗണ്ടിലാണല്ലേ? ഞാൻ വിചാരിച്ചു ഈ ഒരു പോർഷനിൽ പർസെന്റ് എടുക്കാന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അത്രയും വിഷ്വൽ ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി നമുക്ക് ഒരു ബ്ലൈൻഡ് മോഡിൽ നല്ല രീതിയിൽ ഒരു യൂട്യൂബിൽ വീഡിയോ എന്റെ ഫോണിലോ കാര്യങ്ങളില്ല, കറക്റ്റ് ക്ലാരിറ്റി കിട്ടും നമുക്ക്. അത് ഞാൻ വിചാരിച്ചത് ഇതിൽ കാണുന്ന പരസ്യമായിട്ട്, പക്ഷെ അവിടത്തെ TV ആണ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ ആവുന്ന റെക്കോർഡിംഗ് വീഡിയോസ് എല്ലാം നമുക്ക് ജസ്റ്റ് QR കോഡ് വഴി നമുക്ക് സ്കാൻ ചെയ്ത് നമ്മുടെ PDF ആക്കി എടുക്കാൻ പറ്റും. മൊബൈലിലേക്ക് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. USB കേബിളോ കാര്യങ്ങളോ ഒന്നും വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാം. ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്ലാസ് വന്നിട്ടില്ല. അത്തരത്തിലുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതിലൊന്നും വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല. എല്ലാം സെയിം ആണ്. ഇതിൽ ആകെ കൂടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വന്നിട്ടുള്ള വലിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ 7 എയർ ബാഗ് ഉണ്ട്. ഓക്കെ, ഏതാ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഏതാ? ഇയർ ബാഗ് ആണ് ഓൾമോസ്റ്റ് വന്നേക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സെറ്റപ്പും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ലെവൽ 2 എന്ന് പറയുന്ന പുതിയ അഡാസ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. എത്ര ഓപ്ഷൻസ് ശരിക്കും വരുന്നുണ്ട് നമ്മുടെ അഡാസിൽ? നമുക്ക് 22 ഫീച്ചേഴ്സ് ആണ് വന്നേക്കുന്നത്. ഓ അതായത് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച, അതായത് ലൈൻ ട്രാക്കിംഗ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇതിൽ ഏകദേശം 22ഓളം ഫീച്ചേഴ്സ് ആയിട്ട് ശരിക്കും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാ വണ്ടികളിലും വാരി വലിച്ചങ്ങനെ വരുന്നുണ്ടല്ലേ? എന്റെ പൊന്നോ. പിന്നെ മീറ്റർ കൺസോൾ ഞാൻ കാണിച്ചില്ല അല്ലേ? ഇത് ഇപ്പോഴും ഉള്ളിലൊക്കെ ആയിട്ടാണ് ശരിക്കും സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കംപ്ലീറ്റ്ലി TFT ആണ് കേട്ടോ. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു കൺസോളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ കാണാം. ബാക്കി കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡുകളിൽ വന്നിട്ടുണ്ട്. ശരിക്കും ഇവിടെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള സംഭവങ്ങളല്ലേ? അതായത് ക്രൂസ് കൺട്രോൾ അത്തരത്തിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുക. എന്തായാലും സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ എന്റെ ഹാരിയർ എടുത്ത് ഞാൻ ആദ്യം ചെയ്തൊരു കാര്യമാണ് ആംബിയൻ ലൈറ്റ് സെറ്റ് ചെയ്തത്. അത് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ മ്യൂസിക് ഡൈനാമിക് ഉണ്ട്. നമുക്ക് മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ പറ്റും. ഓ അങ്ങനെയുള്ള സെറ്റപ്പ് ഉണ്ടല്ലേ? അതായത് കംപ്ലീറ്റ് കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ റൂഫിന്റെ സൈഡ് പോർഷനിൽ വരെ നമുക്ക് ഈ ഒരു ലൈറ്റിംഗ് ശരിക്കും വന്നിട്ടുണ്ട്. എന്റെ മോനെ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു പച്ച കളറിലാണ് ഇപ്പൊ ശരിക്കും കിടക്കുന്നത്. ആംബിയൻ ലൈറ്റ് ഇനി മുതൽ ഹാരിയറിൽ ഉണ്ടായിരിക്കും. വേറെ സ്പേസിംഗിൽ എനിക്ക് മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ചാർജിംഗ് പോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു റോട്ടറി സ്വിച്ച് കാണാം, പക്ഷെ അതിന്റെ ഉള്ളൊരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അല്ലേ? ഡിസ്പ്ലേ നമുക്ക് അത് ടെറൈൻ മോഡ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര മോഡ് ഉണ്ട്? 6 മോഡ് ഉണ്ട്. 6 മോഡ് വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ 4 മോഡേ ഉള്ളൂ. റെയിൽവേ ഡ്രൈവ് ഓപ്ഷൻ വരുമ്പോൾ ടൈമിൽ ഓൾ വീൽ ഡ്രൈവ് ആകുമ്പോൾ 2 മോഡ് അഡീഷണൽ വരും. ഓ ഒരുപാട് മോഡുകൾ ശരിക്കും വരുന്നുണ്ടല്ലേ? അതേപോലെ തന്നെ ഇതിൽ കുറച്ചധികം ഫീച്ചേഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ നമ്മൾ ഒരു ഓഫ് റോഡിംഗ് ഒക്കെ പോണ സമയത്ത് ആ റോഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ജസ്റ്റ് കൺട്രോൾ ചെയ്താൽ മതി. വണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ആ ട്രാക്ഷൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ആ പുള്ളി ചെയ്തോളൂ. ഓ ജസ്റ്റ് ഒന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഓഫ് റോഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് കുറെ ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിൽ ശരിക്കും ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഓഫ് റോഡ് ഫാൻസിന് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു കേസായിരുന്നു. EV കൊണ്ട് ഓഫ് റോഡ് പോകാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു സംഭവം എന്തായാലും ഇതിലുണ്ടായിരിക്കില്ല. അതല്ലേ? നമുക്ക് സ്പേസിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ? എല്ലാം സെയിം തന്നെയല്ലേ വരുന്നത്? ഓക്കെ, പ്ലാറ്റ്ഫോം നമുക്ക് ഇത് EVയുടെ ഓൺ പ്ലാറ്റ്ഫോം ആണ്. എന്ന് പറയുന്ന പ്ലസ് പ്ലാറ്റ്ഫോം ആണ്. 4 ലെയർ പ്ലാറ്റ്ഫോം ആണ് ആർക്കിടെക്ചർ. അതിന്റെ കൂടെ ടാറ്റ ഐഡിൽ ഒരു ഓപ്ഷൻ കൂടെ, ടാറ്റ ഇന്റലിജന്റ് പ്ലാറ്റ്ഫോം കൂടി അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതല്ലേ? അതും കൂടി മോർ ദാൻ സെക്യൂർ പീസ് ഓപ്ഷൻ ആണ്. ഓക്കെ, ഇതിൽ ഇപ്പൊ കയറിയിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ സ്റ്റിയറിംഗിന്റെ ഭാഗങ്ങളിലുള്ള മാറ്റങ്ങളാണ് ശരിക്കും പെട്ടെന്ന് എടുത്ത് പറയണ ഒരു മാറ്റം എന്ന് പറയുന്നത്. ബാക്കി ഓൾമോസ്റ്റ് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും സെയിം ഒക്കെ തന്നെയാണ് കേട്ടോ. അതായത് ഈ ഒരു ഡോർ പാഡ് ആണെച്ചാലും ഈ ഒരു ഹാൻഡിൽ ആണെച്ചാലും അല്ലെങ്കിൽ ഇപ്പൊ ബോട്ടിൽ വെക്കാനുള്ള ഒരു സ്ഥലം ആണെച്ചാലും ഇവിടുത്തെ സ്പേസ് ആണെച്ചാലും ആ കാര്യങ്ങളിലൊന്നും വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അതായത് സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്ന സമയത്ത് കൂൾ ബോക്സ് ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഓ നമുക്ക് ഗ്ലോ ബോക്സിലും വരുന്നുണ്ടല്ലേ? ഗ്ലോ ബോക്സിന്റെ ഉള്ളിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള സംഭവങ്ങൾ കാണാം. ഇവിടെ ഫുള്ള്
ലെതറാണ് കേട്ടോ. ഇത് ഫുള്ള് ലെതറാണ്, നമ്മുടെ സീറ്റിന് മാച്ച് ആയിട്ടുള്ള ഒരു കളറിൽ. ഇത് ഡിപ്പിംഗ് പോലത്തെ ഒരു സംഭവം അല്ലേ, ഓരോ വയസ്സിലും കളർ ചേഞ്ച് ഉണ്ടാവും. കളർ ചേഞ്ച് ഉണ്ടാവും. ഈ ഒരു ഭാഗം മോഡലിനനുസരിച്ചിട്ട് വേറെ ഡിസൈനുകൾ വരില്ല. ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് ടച്ച് ഡാഷ്ബോർഡ് ആണ് വരുന്നത്. നേരടിക്കത്തില്ല, മീൻസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ മാറ്റിയിട്ട് നമ്മുടെ ഡാഷ്ബോർഡ് ഭയങ്കര സോഫ്റ്റ് ടച്ച് ആണ്. ഓ ഈ ഒരു ഭാഗം അല്ലേ, ഭയങ്കര ആ മറ്റേ ഫൈബർ ഒഴിവാക്കിണ്ടല്ലേ, ഒഴിവാക്കി സോഫ്റ്റ് ടച്ച് ഡാഷ്ബോർഡ് ആക്കി എടുത്തു. ആ ഒരു തരത്തിലേക്ക് ഈ ഭാഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കുറവായിരിക്കും, വെയിലത്തൊക്കെ പോകുമ്പോൾ റിഫ്ലക്ഷൻ ഭയങ്കര രീതിയിൽ നമുക്ക് ഹീറ്റിംഗ് പ്രശ്നമാവോ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പേസും കൂടെ കാണിക്കാം. അതിന് മുമ്പ് മ്യൂസിക് സിസ്റ്റം ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ക്വാളിറ്റി എന്നാണ് ശരിക്കും ഞാൻ കേട്ടത്, വീഡിയോസിലൊക്കെ പറയണത്. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും അതെങ്ങനെയാണ്. ഇതിൽ തന്നെ നമുക്കൊരു ട്രെയിലർ ഉണ്ടെന്നുണ്ടല്ലേ, നമുക്ക് ഡോൾബി അറ്റ്മോസ് എന്നൊരു ഫംഗ്ഷൻ ഓപ്ഷൻ, കോപ്പിറൈറ്റ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ഇതിൽ 5.1 ആണ് ഇതിന്റെ ഡോൾബി കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ട്രെയിലർ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ശരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണത്, സൗണ്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല. എന്റെ മുഖത്തെ എക്സ്പ്രഷൻ വെച്ച് നിങ്ങൾ മനസ്സിലാക്കി. ഇതിന് സബ്വൂഫർ എവിടെ ഇരിക്കണേ, ബാക്കിലുണ്ടല്ലേ? മറ്റേ ഏരിയറായിട്ട് മ്യൂസിക് സിസ്റ്റത്തിന് ഒരു ബന്ധമില്ല. ഇത് 10 ആക്യുറസി ആണ്. നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണോ ഓപ്ഷൻ, അതൊരു കാറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലേ. അതായത് ഒരു ഇടിവെട്ടണ സൗണ്ട് ഒക്കെ ശരിക്കും ആ ഒരു ഇടിവെട്ടണ ഫീൽ തന്നെ കേൾക്കാനായിട്ട് പറ്റും. നമ്മൾ എക്സ്പീരിയൻസ് ഒരു തിയേറ്ററിൽ അല്ലെങ്കിൽ വീട്ടിൽ ഹോം തിയേറ്ററിൽ ട്രാക്ക് ചെയ്ത് വെക്കുന്ന അതേ ഫീൽ നമ്മൾ കാറിൽ ഇത്രയും അക്യുറസി ആയിട്ട് കിട്ടും. എത്ര 16 സ്പീക്കറാ വന്നേക്കണത്? നമുക്ക് 10 സ്പീക്കറാണ്. 10 സ്പീക്കറിൽ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ JBL സബ്വൂഫർ ഉൾപ്പെടെയുണ്ട്. പ്ലസ് 5.1 ഡോൾബി അറ്റ്മോസും വരുന്നുണ്ട്. 10 ആക്യുറസി സറൗണ്ടിങ് സിസ്റ്റം വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഞാൻ മറ്റേ വണ്ടിയിൽ ഞാൻ ആംപ്ലിഫയറും സബ്വൂഫറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഒരു രക്ഷയില്ല, ഒന്നും നിങ്ങൾ ചെയ്യണ്ട, വണ്ടി എടുക്കാൻ പാട്ട് വയ്ക്കാൻ അങ്ങോട്ട് പോവാ. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് സാമ്പിൾസ് ആയിട്ട് അത്തരത്തിലുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഇപ്പം എൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ ഈ പൈസ ബഡ്ജറ്റ് ചെയ്യണമെന്നൊക്കെ പറയും. അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് നോക്കി നോക്കാം. ഡോൾബി എന്ന് പറഞ്ഞാൽ ടോപ്പ് 20 മാത്രമാണ്. താഴേക്ക് ഫിയർലെസ്സിലേക്ക് വരുമ്പോഴും JBLന്റെ തന്നെ JBL മോഡ്സ് അവൈലബിൾ ആണ്. എല്ലാ രീതിയിലുള്ള JBLന്റെ മോഡും അവൈലബിൾ. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? മീൻസ് നമുക്ക് ഡോൾബി ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ JBL ഇപ്പോൾ ഹാർമൺ സെറ്റ് അതായത് സൗണ്ട് ക്വാളിറ്റിയിൽ അധികം വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, ഞാനിപ്പോ ഈ ഒരു ഡിസ്പ്ലേന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ ചേഞ്ച് വന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഗിയറിന്റെ നോബ് ഉണ്ടല്ലോ, നമ്മളെ ഷിഫ്റ്റ് ചെയ്യണത്, ആ ഒരു സംഭവത്തിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് സ്വിച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത്തരത്തിലാണ് ശരിക്കും ഇവിടെ മാറ്റങ്ങൾ വരുന്നത്. വയർലെസ് ചാർജിങ് വരുന്നുണ്ടോ? വയർലെസ് ചാർജിങ് ഈ ഒരു മോഡലിലുണ്ട്. എന്തായാലും അടിപൊളി. ഇനി ബാക്കിലത്തെ സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അല്ലേ. ഓഫ് ചെയ്യട്ടെ ഞാൻ. ഓക്കെ, ആദ്യം നമുക്ക് ബാക്കിൽ ഇരിക്കാൻ എങ്ങനെയുണ്ട് നോക്കാം. ചേഞ്ചസ് വല്ലതും ഉണ്ടെന്ന് അറിയണം. ഇതിന്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് മാറ്റങ്ങളൊന്നും ഇല്ല അല്ലേ? സെയിം മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിലും അത്യാവശ്യം ചാരി കിടന്നിരിക്കാം. പിന്നെ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഹെഡ് റെസ്റ്റ് ഭയങ്കര പുതുതായിട്ട് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് സിറ്റിംഗ് ഓപ്ഷൻ കിട്ടും. ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട്. ബാക്കി ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. കൊള്ളാം. ഈ AC വെൻസിൽ പോലും ചേഞ്ചസ് ഇല്ല കേട്ടോ. ബ്രോ ഞാനൊരു കാര്യം ചോട്ടെ, എന്റെ ഏരിയയിൽ ബാക്കിൽ നിന്ന് കാറ്റ് വരലൊക്കെ ഭയങ്കര കുറവായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? നല്ല രീതിയിൽ ഫ്ലോയിങ് ഓപ്ഷൻസ് ഉണ്ട്. അതിനുള്ള അതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാം. അതൊക്കെ ഞാൻ നേരിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ വേറെ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ, എല്ലാം സെയിം ആണ്. ഈ ഒരു സൺപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലേ ടോപ്പ് എൻഡിൽ ശരിക്കും വരുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു സംവിധാനം കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം ആണ് കേട്ടോ. റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. 5.5 ആ ഒരു ഹൈറ്റ് തന്നെ. ആ ഹൈറ്റ് പുള്ളി ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലും ഹെഡ് റൂം ഉണ്ട്, ലെഗ് റൂം ഉണ്ട്. നല്ല സപ്പോർട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. നീണ്ടു നിവർന്ന് നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് പറ്റും. സ്പേസിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ആ ഏരിയ സെയിം. ഇനി അതേപോലെ തന്നെ ബൂട്ടിൽ എന്തെങ്കിലും അഡീഷണൽ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇത് ഒരു വേറൊരു ടൈപ്പ് കളറാണ് കേട്ടോ. ഇത് ഓരോ ആംഗിളിൽ നോക്കുമ്പോൾ ഓരോ തരത്തിൽ വരുന്നില്ലേ. ഇത് സ്വിച്ച് ആണ് വരുന്നില്ലേ, ഓട്ടോമാറ്റിക്കലി പൊങ്ങുള്ളൂ. മറ്റേ സെൻസർ ഉണ്ടോ അടിയിൽ? അതുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ബോട്ടിലത്തെ സ്പേസ് വരുന്നത്. ചേഞ്ചസ് ഒന്നും ഇല്ല കേട്ടോ. അടിയിൽ സ്റ്റെപ്പിനില്ല, സ്റ്റെപ്പിന് മുകളിലേക്ക് ലാഭിക്കാൻ വേണ്ടി. സ്പേസ് ഒക്കെ എത്രയുണ്ട്? ഇത്തിരി ഹൈറ്റ് മാത്രം ചേഞ്ച് ഓക്കെ, അടിപൊളി. അതിലും വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ജസ്റ്റ് വൺ ടച്ചിൽ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ആ വണ്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടില്ല. ഇനി അടുത്താണ് നമ്മുടെ ഡ്രൈവിംഗ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. നോക്കട്ടെ, ഓടിച്ചോക്കട്ടെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആപ്പിളിന്റെ ടാഗ് ഒക്കെ പോലെ EV എന്നുള്ള ബാഡ്ജിങ് കാണാം. 11ഓളം കൺട്രോൾസ് ആണ് ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ചെയ്യാനായിട്ട് പറ്റാം. അതെന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിത് വണ്ടി അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാം. എന്താണ് ഈ ഒരു സെറ്റപ്പ് എന്ന് അറിയണല്ലോ. ഓക്കെ, എൻ്റെ പൊന്നോ
ഇതിന് നമുക്ക് ഈ ഒരു സീറ്റ് മാത്രമാണോ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ? അതെ അതെ, ബാക്കി എല്ലാത്തിലും അഡ്ജസ്റ്റബിൾ ഉണ്ട്, മെമ്മറി അല്ല. മെമ്മറി ഫംഗ്ഷൻ ഒന്നും ഇല്ല. ഇതും ഇതാണോ അതോ മാനുവലാണോ? മാനുവൽ വന്നില്ലേ? ഇല്ല, ഇലക്ട്രിക്, രണ്ടങ്ങനെ വന്നല്ലേ? മെമ്മറി ഇല്ലെന്നുണ്ട്. അടിപൊളി അടിപൊളി. ഈ ഒരു ടാഗ് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ഉണ്ടായോ മതിയില്ലേ? അതെ അതെ. നമ്മൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ബ്രോ ഇതിന് സൗണ്ടിന്റെ ഓപ്ഷൻ ഉണ്ടാ? ഞാൻ മറ്റേ വണ്ടി ഓടിച്ച സമയത്ത് നമുക്ക് ആവാസ ഒരു ഓപ്ഷൻ ഉണ്ട്, അക്വാറ്റിക് ടൈപ്പ് സിസ്റ്റം. അതെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ സ്ലോ 20 കിലോമീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ ഒരു വോം സൗണ്ട് ഉണ്ടാവും പുറത്ത്, ചെറിയൊരു സൗണ്ട് ഉണ്ടായിരിക്കില്ല. ഓ, ഇപ്പോഴത്തെ EV-കൾ വരെ സൗണ്ടോട് കൂടിയിട്ട് ശരിക്കും വരുന്നത്. പെഡൽ പ്രസ് ഉണ്ട്, ഈ ഷിഫ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ലോക്ക് ഉണ്ട്. ആ ലോക്ക് പ്രസ് ചെയ്തതിന് ശേഷം ചെയ്തിട്ട് വേണം മേളിലേക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഓരോ സെക്ഷൻ ആയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഒരു തരത്തിലാണ് ഇതിന്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ. ഇതെന്തിട്ട് CCTV-യാ ബ്രോ? ഇതൊരു HD ക്യാമറയുടെ പെർഫെക്ഷൻ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് മിററിൽ നോക്കണ്ട, ഈ ഒരു സംഭവം നോക്കിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോ ഓൾ വീൽ ഡ്രൈവ് നമുക്ക് സ്വിച്ച് ചെയ്യാൻ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല, ഈ ഓൾ വീൽ ഡ്രൈവ് വെച്ചാൽ നമുക്ക് ഈ ടെറൈൻസിലാണ് ഓൾ വീൽ ഡ്രൈവിന്റെ ഓപ്ഷൻ വരുന്നത്. ബാക്കി ടെറൈൻസിൽ റോക്ക് മോഡിലാണ് ഓൾ വീൽ ഡ്രൈവ് ആയിട്ട്. ഇതിപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കറക്റ്റ് ആണോ? ഇപ്പൊ ഞാൻ എടുത്തു കഴിഞ്ഞാൽ വണ്ടി പിടിക്കോ? ഇല്ല, നമുക്ക് അതില് പാറ്റേൺ റെഡ്, ഇപ്പൊ ഗ്രീൻ ആണ് കാണിച്ചേക്കുന്നത്. റെഡ് വരുമ്പോഴാണ് ടാപ്പ് ചെയ്യുള്ളൂ. അതായത് ഈ റിവേഴ്സ് എടുക്കാൻ പേടിയുള്ളവർക്കൊക്കെ പറ്റുന്ന ഇതില്ലേ? അതെ അതെ, ഒരു സെറ്റപ്പിലാണ് കേട്ടോ. ഒരു വലിയൊരു വണ്ടിയിൽ ഇരിക്കുന്ന ഫീല് ഈ ഒരു വണ്ടിക്ക് ഉണ്ട് കേട്ടോ, നല്ല രീതിയില്. ബ്രോ എനിക്ക് ഇതിന്റെ ലെഫ്റ്റിലേക്കാണോ പോകേണ്ടത്? നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കിയാലോ? അതായത് ഇനി അറിയേണ്ട കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റേഞ്ച്, ചാർജിങ് സമയം, വാറന്റി, കുറെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇതിന് ലൈഫ് ടൈം വാറന്റി ആണ് 15 വർഷം. എല്ലാവരും ഇതൊക്കെ ഞങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാത്തിലും വരുന്നുണ്ടല്ലോ, ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ബെൽറ്റണം പറയുന്നുണ്ട്, മറ്റേതില് ഒരു ടിക് സൗണ്ട് മാത്രം. ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷനും, ഡോർ ഓപ്പണിംഗ് ആണെങ്കിലും അൺലോക്ക്, വണ്ടി ലോക്ക് ചെയ്ത് തിരിച്ചിറങ്ങുമ്പോൾ കീ എടുക്കാൻ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്റ്റ് ചെയ്യും. അതെല്ലാം പറഞ്ഞിട്ടില്ല. ഇതിപ്പോ നമ്മള് ഡ്രൈവ് ചെയ്യുന്ന സിറ്റി മോഡിലാണ്. അപ്പോ ഇതില് ഡ്രൈവിംഗ് മോഡായിട്ട് സിറ്റി, എക്കോ, സ്പോർട്സ് എന്ന് പറഞ്ഞ മോഡ് കൂടി ഉണ്ട്. ഇത് ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് ഒരു ബൂസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പൊ അത് ഒരു ഹൈലി പവർ ഇൻഷേറ്റർ ആണ്. നമുക്കത് ഒരു പ്ലെയിൻ റോഡ് വേണം ചെക്ക് ചെയ്യണമെങ്കിൽ ഫാസ്റ്റ്, അതായത് സ്പീഡിനെ പറ്റി നമ്മൾ ഇതേവരെ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കണമില്ല ഈ ഒരു വീഡിയോയില്. പക്ഷെ ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വേണ്ടിട്ട് പറഞ്ഞു തരാനുള്ള ഇതിപ്പോ നമുക്ക് ആ ഓട്ടോറിക്ഷ പിടിക്കില്ലെന്ന് അറിയാൻ പറ്റുമോ? നമുക്ക് അറിയാൻ പറ്റും. 360 ക്യാമറ സ്വിച്ച് ഓപ്ഷൻ ഉണ്ട് അവിടെ. ജസ്റ്റ് നമ്മൾ കണ്ട പാനൽ ക്യാമറ ഓപ്റ്റ് ചെയ്യാം. ഓ, അയാള് ഇടിച്ചിടിച്ചില്ലാന്നും പറഞ്ഞിട്ടാ പോയത്. ഇങ്ങനെ സെറ്റപ്പ് ലെഫ്റ്റ് സൈഡിലെ ക്യാമറ അറിയാൻ പറ്റും നമുക്ക്. അതായത് ക്യാമറ ഓപ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഓഫ് റോഡിങ്ങിന് വേണ്ടിട്ട് നമ്മുടെ റോഡ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താറ്. ഇതേപോലെയുള്ള റോഡുകളിലേക്ക് പറ്റിയൊരു വണ്ടിയില്ലേ ബ്രോ? അതിന്റെ സസ്പെൻഷൻ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ആണ്. എന്റെ പൊന്നേ, അതായത് ഇത്ര വലിയ കുഴി കൂടി പോണെന്നുള്ളൊരു ഫീലിംഗ്. അയ്യോ, അടിപൊളി, അതെനിക്ക് ഇഷ്ടമായി. സസ്പെൻഷനിലെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു മറ്റേ ഹാരിയറിന്റെ സസ്പെൻഷനും ഇപ്പൊ കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള എല്ലാ വണ്ടികളുടെയും ഇന്ത്യ റോഡുകൾക്ക് പറ്റിയിട്ടുള്ള ഇതിന് വിളിക്കാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ റോഡുകൾ ഫുള്ള് ഇപ്പൊ നോർമലി ഇന്ത്യ റോഡുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ശരിക്കും ടാറ്റയുടെ ഉള്ളില്. ആ ഒരു സസ്പെൻഷനെ വീണ്ടും ഇവര് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഒടിയില് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ട്. അത് മാത്രല്ല, ചെറിയൊരു സ്പേസിൽ തന്നെ നമുക്ക് വണ്ടി ഫുള്ളായിട്ട് തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. വണ്ടി നല്ല ഹൈറ്റിലായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ബ്ലോക്ക് കാണുമ്പോൾ എനിക്ക് പേടിയാവാ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടുത്തെങ്കിൽ പെട്ടെന്നാണ്. അതായത് മറ്റേ മോഡലിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വ്യത്യാസമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യണമല്ല. ആ ഒരു വണ്ടിയിൽ ഭയങ്കര ക്വിക്കായിട്ട് കയറി പോകും. ഇതൊരു മിനിമം ഒരു ചെറിയൊരു സ്പീഡിലാണ് ശരിക്കും കയറി പോണത്. ഒരു ലിമിറ്റ് കഴിയുമ്പോഴാണ് ശരിക്കും സ്പീഡ് കൂടുന്നത് അല്ലേ? നമ്മള് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഓരോ മൾട്ടി മോഡിലും ഓരോ സ്പീഡ് സെൻസർ ഉണ്ടാവും. അങ്ങനെ എക്കോ മോഡിലാണ് ഡ്രൈവിംഗ് കുറച്ചും കൂടിയൊക്കെ കാമായിരിക്കും. സ്പോർട്സ് മോഡാണെങ്കിൽ വണ്ടി ഹൈ പെർഫോമൻസ് തരും നമുക്ക്. അതിന്റെ കൂടാതെയാണ് ബൂസ്റ്റ് മോഡ് വരുന്നത്. ബ്രേക്കും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോളും വണ്ടിയുടെ ടോട്ടലി ഉള്ള ആ ഒരു തിരിവും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് നല്ലൊരു റോഡിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അല്ലേ? ഇത് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ഓക്കെ, നല്ല ബ്ലോക്ക് പിടിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് പിടിക്കുന്നത്. എന്തായാലും ഇനി മൈലേജിനെ കുറിച്ച് പേടി വേണ്ട. ബ്ലോക്കിലൊക്കെ പോകുന്ന സമയത്തും ഇനി മറ്റേ വണ്ടിയിലൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ ഡീസൽ ഇറങ്ങി പോകും. മറ്റേ നോർമൽ ഹാരിയറിൽ ഈ ഒരു മോഡലിൽ പേടിയില്ലാത്ത നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഓടിക്കാം. എന്തായാലും അടിപൊളി.
ഇതിലിപ്പോ നമുക്ക് നാവിഗേഷൻ സിസ്റ്റം അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഇതിന് സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട് ബ്രോ? നമുക്ക് IR കണക്ടിവിറ്റി ഉണ്ട്. അതിപ്പോ ഈ വണ്ടിക്കകത്ത് നമുക്ക് 4 ഇയർ ഫ്രീ ആണ്. 4 വർഷത്തേക്ക് ഉണ്ട്, ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ നമ്മള് പേ ചെയ്തിട്ട് ചെയ്യണം. കാരണം അൺലിമിറ്റഡ് വാറന്റി ഉള്ളതുകൊണ്ട് IR മസ്റ്റ് ആയിട്ട് വേണമുള്ളതുകൊണ്ട് നമുക്ക് അത് എടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു സംഭവം മറ്റേ 1 വർഷമായിരുന്നു. ഞാനത് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പറഞ്ഞു തന്നെയാണ്. പിന്നെ ബ്രോ എനിക്ക് അറിയേണ്ട മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ, ഇപ്പൊ വണ്ടിക്ക് നമ്മൾ 15 വർഷം അല്ലെങ്കിൽ ലൈഫ് ലോങ് വാറന്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിന്റെ ബാറ്ററിക്ക് ഓക്കെ, മോട്ടറിന് എത്ര നാൾ വാറന്റി വരുന്നുണ്ട്? 8 കൊല്ലം വരെ. 8 കൊല്ലം അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ വണ്ടിക്കോ? വണ്ടിക്ക് 3 ഇയർ വാറന്റി ഉണ്ട്. 1,00,000 കിലോമീറ്റർ. അത് കഴിഞ്ഞ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അതേപോലെ ഇതിനിപ്പോ ഏകദേശം 680 കിലോമീറ്റർ ആണോ റേഞ്ച് പറയുന്നത്? 622 കിലോമീറ്റർ ആണ് ഈ വണ്ടിയുടെ റേഞ്ച്. ഈ ഓൾ വീൽ ഡ്രൈവ് നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ റേഞ്ച്. C1 C2 എന്ന് പറയുന്ന ഒരു 500 കിലോമീറ്ററോളം ക്ലൈംഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ ഒരു ഒറ്റ വട്ടം നിങ്ങൾ ഇത് ചാർജ് ചെയ്യാന്ന് വിചാരിക്കുക. അതായത് ഓൾമോസ്റ്റ് എത്ര മണിക്കൂർ ചാർജ് ചെയ്യേണ്ടി വരും ബ്രോ? നമുക്ക് വീട്ടിലാണെങ്കിൽ ഫാസ്റ്റ് ചാർജർ ഉണ്ട് 7.2 കിലോവാട്ടിന്റെ. 10 അവർ പിടിക്കും ചാർജ് ചെയ്യാനായിട്ട്. 10 മണിക്കൂറിൽ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 625 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 550-500 ആ ഒരു റേഞ്ചിൽ പ്രതീക്ഷിക്കാം. ആ ഒരു റേഞ്ചിൽ നമ്മൾ എങ്ങനെ പൊടിച്ചോടിച്ചാലും നമുക്ക് കിട്ടുന്നതാണ് ശരിക്കും പറയണല്ലേ, ഏകദേശം. അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സെറ്റപ്പുകൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതിന് ഫാസ്റ്റ് ചാർജിങ് ശരിക്കും വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങിന്റെ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂറിലൊക്കെ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് 120 കിലോവാട്ടിന്റെ ചാർജ് പോയിട്ട് വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 25 മിനിറ്റിൽ നമുക്ക് ഏകദേശം 300 കിലോമീറ്ററോളം ചാർജിങ് സ്പീഡ് കിട്ടും. അതേപോലെ തന്നെ ഞാൻ വേറൊരു സ്കീം കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് 20 മിനിറ്റിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 200 കിലോമീറ്ററോ. അതെന്താ സംഭവം? 120 കിലോവാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആയിരിക്കണം. അങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 200 കിലോമീറ്ററോളം വണ്ടി ഓടിക്കാം. അപ്പൊ ഈ ഒരു ചാർജിങ് സ്റ്റേഷനിലൊക്കെ നിങ്ങൾ എമർജൻസി ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു വെയിറ്റ് ചെയ്യണ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് കുറയ്ക്കാട്ടാ. 200 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഈ ഒരു വണ്ടി എനിക്ക് ഓടിച്ചിട്ട് തോന്നിയ ഒരു കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് കോർണറൊക്കെ നമ്മൾ തിരിക്കില്ല ആ ഒരു സമയത്ത് നല്ല, പ്രത്യേകിച്ച് മൂന്നാറൊക്കെ പോണ അങ്ങനെയുള്ള റോഡുകളിലൊക്കെ നല്ല രീതിയിലായിരിക്കും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാട്ടാ. ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ഇതിന് ടയറിനൊക്കെ നല്ല എക്സ്പെൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ ബ്രോ? ടയറിന് 19 ഇഞ്ചാണ് ടയർ വീൽ വരുന്നത്. നമുക്ക് 4 വീലിന് ഓൾമോസ്റ്റ് എമൗണ്ട് ഉണ്ടാവും, ചെറിയ രീതിയിൽ വരും. നല്ലൊരു എമൗണ്ട് വരില്ലേ? പിന്നെ സർവീസ് കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇത്ര കിലോമീറ്റർ നമുക്ക് നോർമൽ സർവീസ് 15,000 കിലോമീറ്ററിലാണ് മേജർ സർവീസ് വരുന്നത്. അത് കൂടാതെ നമുക്ക് 1000-2000 ഇടയ്ക്ക് ഫസ്റ്റ് 2 മാസം ചെക്കപ്പ് ഉണ്ടാവും. നോർമൽ സർവീസ് പോലെ തന്നെ 1 ഇയറിലുള്ള 3 സർവീസ്. ഓക്കെ, അതിലെങ്ങനെയാ നോർമൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ കൂളന്റ് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ചെക്കപ്പുകൾ വരുന്നത്. മേജർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ സർവീസ് കോസ്റ്റുകളൊന്നും ഉണ്ടായിരിക്കില്ല. ഇല്ല, കുറവായിരിക്കും. മേജർ ആയിട്ടുള്ള ഒരു സർവീസ് ഏകദേശം ഇതിന്റെ ടയർ ലൈഫ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അല്ലേ? നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് മീറ്ററിലല്ല ശരിക്കും ഇതിന്റെ ക്യാമറ കണ്ടോർന്നേ. ഇതിൽ നമുക്ക് ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലാണ് കേട്ടോ ശരിക്കും വരാം. ഒരു CCTV പോലത്തെ ഒരു സെറ്റപ്പാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മുകളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം മുകളിലത്തെ ക്യാമറയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ബാക്കി 2 മോഡുകളും കൂടെ നോക്കാം. ജസ്റ്റ് പവർ മോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്ര ദൂരം വന്നിട്ട് ഓൾ വീൽ ഡ്രൈവിൽ വരുന്ന ഒരു മോഡാണ് കേട്ടോ ഈ ഒരു ബൂസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇക്കോ മോഡിലേക്ക് ഇട്ടു. അതിനുശേഷം ബൂസ്റ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഇരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. മീറ്ററൊക്കെ ഒന്ന് പിടിച്ചറാം. അതായത് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ജസ്റ്റ് ബൂസ്റ്റ് മോഡ് ഓൺ ആക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അതിൻ്റെ സ്പീഡ് കയറി പോണോക്കി നിങ്ങള്. എന്റെ പൊന്നെ, ഇവിടെ ലിമിറ്റുള്ള കാരണം നമുക്ക് അധികം കാണിക്കാനായിട്ട് പറ്റില്ല. ഇനിയിപ്പോ ഞാൻ പോസ്റ്റ് മോഡ് മാറ്റി വീണ്ടും എക്കോ മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് അതിനുശേഷം സ്പോർട്സ് മോഡ് ഇപ്പുറത്തെ സൈഡിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരൊറ്റ പ്രസ്സിന് സ്പോർട്സ് മോഡിലേക്ക് മാറ്റാം. ഒരു ഹാരിയർ എന്റെ പൊന്നോ രക്ഷയില്ല, അടിപൊളി. പവറിന്റെ കേസുകളൊക്കെ നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാട്ടാ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോ ഓഫ് റോഡിങ് നമുക്ക് ജസ്റ്റ് കണ്ടില്ലേ റോഡിന്റെ അവസ്ഥ, ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾ കണ്ടു. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഒരു ഇത് സെറ്റപ്പിൽ നമുക്ക് വണ്ടി യൂട്ടേൺ അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ സസ്പെൻഷൻ സെറ്റിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള പെർഫോമൻസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. രക്ഷയില്ല. നമുക്ക് നിർത്തിയിട്ട് ആ ഫീച്ചേഴ്സ് എന്ന് വെച്ചാലോ. ആദ്യത്തെ ഒരു മോഡ് എന്ന് പറയുന്നത്, അതായത് ഇത് ഏതാ മോഡ്? നമുക്ക് സമൻ മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് വണ്ടിക്കകത്ത്. നമ്മളിപ്പോ വണ്ടി ഒരു കൺജസ്റ്റഡ് ഏരിയ പാർക്ക് ചെയ്തേക്കുവാണ്, ഇങ്ങോട്ട് വന്നിരുന്ന വണ്ടി കൂടെ കയറാൻ പറ്റുന്നില്ല വണ്ടിയിലേക്ക്. അപ്പൊ നമുക്ക് ആ സമയത്ത് നമ്മൾ കീ വെച്ച് വണ്ടി ഓപ്പറേറ്റ് ചെയ്ത് വണ്ടി മുമ്പിലേക്കും ബാക്കിലേക്കും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാ ഇതിലെ സെറ്റപ്പ് എങ്ങനെ വരുന്നത്? നമ്മളിപ്പോ വണ്ടി ലോക്ക് ചെയ്തു. നമ്മളിപ്പോ ലോക്ക് സിസ്റ്റം ആണല്ലോ, അൺലോക്ക് ചെയ്യാം വണ്ടി ആദ്യം. അതിനുശേഷം നമ്മൾ എന്താ വെച്ചാൽ ഹോൾഡ് ബട്ടൺ ഉണ്ട്, ഈ ഹോൾഡ് ബട്ടൺ നെക്കി പിടിക്കാം. അപ്പൊ നമ്മുടെ ഹസാർഡ് ഓൺ ആവും, വണ്ടി സ്റ്റാർട്ട് ആവും.
ഓ ഇപ്പൊ വണ്ടി സ്റ്റാർട്ടിലാണ് നടക്കുന്നത്. സ്റ്റാർട്ടായി. ഓക്കെ ബൂം സൗണ്ട് വന്നു. ഓക്കെ. ഇനി നമ്മൾ വെച്ചാൽ ഇതിൽ പി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഫ്രണ്ടും ബാക്കും ട്രയൽ ഓപ്ഷൻ ഉണ്ട്. ഈ പി മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് നെക്കി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ട് മൂവ് ചെയ്യും. ഓ അത് ഫുള്ള് സെൻസ് ചെയ്തിട്ടൊക്കെയാണല്ലേ? അതെ, നമ്മൾ ഡിറ്റക്ട് ചെയ്യും. എന്റെ പൊന്നെ, പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഞാൻ ഇവിടെ വണ്ടിയോട് വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട്, അതായത് റിമോട്ട് കാർ ഓടിക്കണ പോലെ. എന്റെ പൊന്നു, അതേപോലെ തന്നെ ബാക്കിലേക്ക് ആക്കാൻ പറ്റും നമുക്ക്. ഒരാൾ ഫ്രണ്ടിലുണ്ടെങ്കിൽ നമുക്ക് കൈ വിട്ട് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. അതല്ല ഫ്രണ്ടിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. റിവേഴ്സ് ആണെങ്കിൽ നമുക്ക് റിവേഴ്സ് ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ബാക്കോട്ട് പോകും. വണ്ടി ബാക്കിലേക്ക് തന്നെ നമുക്ക് ബാക്കാണ് വേണമെങ്കിൽ റിവേഴ്സിലേക്ക് നമുക്ക്. ആ ഒരു ഫീച്ചറും കൂടെ ഇതിൽ ശരിക്കും വരുന്നുണ്ട് അല്ലേ? ടാറ്റയിൽ ഫസ്റ്റ് ടൈം അല്ലേ ഇത്? അതെ, നമ്മൾ ബീം അങ്ങനെ ഒരു ഹെവി വെഹിക്കിളിലേക്കാണ് മുകളിലേക്കാണ് കണ്ടേക്കുന്നത്. ലക്ഷം വെഹിക്കിളിന്റെ മേളിലേക്കാണ് കണ്ടേക്കുന്നത്. ഇത് നമ്മളിട്ട് ഒരു 32 lakhs അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇതായിട്ട് ടോപ്പ് വേരിയന്റിലാണോ അതോ അതിലേ വരുന്നുള്ളൂ അല്ലേ? ഓക്കെ. ഇതെന്തായാലും സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ നിർത്തിയതൊന്ന് വണ്ടി സ്റ്റോപ്പ് ആവും. അതിനുശേഷം ഞാൻ ഒന്നും കൂടെ കൺഫേം ആക്കട്ടാ. അതായത് ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നില്ല, ആള് തന്നെ സ്റ്റാർട്ടായിട്ട് ആളുടെ ഇഷ്ടത്തിന് ശരിക്കും പോയോർമ്മ എന്താല്ലേ. അതേപോലെ തന്നെ നമുക്ക് റിവേഴ്സ് അസിസ്റ്റം കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഈ ഒരു ഫീച്ചർ നമുക്ക് ഏകദേശം എത്ര മീറ്റർ വരെ ഉപയോഗിക്കാം? ഒരു 12 മീറ്റർ അബോ യൂസ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഒരു കനാലിന്റെ അവിടെ പെട്ടെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് റിവേഴ്സ് പോകാറില്ല, അതായത് ആ ഒരു സ്ഥലത്ത് കൂടെ എങ്ങനെ റിവേഴ്സ് എടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് ഇത് നമ്മൾ ഓടിച്ചിട്ട് വേണം കേട്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം ദൂരം പോയിട്ടുണ്ടാവില്ല. ഒരു 12 മീറ്ററിന് മേലെ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെനുവിൽ പോയിട്ട് റിവേഴ്സ് അസിസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരും. വലിയൊരു ഇതിപ്പോ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? നമ്മള് ടൈം ഉണ്ട് അതിനകത്ത് ഇത്ര സമയം, അതായത് 26 മീറ്റർ. അടിപൊളി. എന്റെ പൊന്നി, അത്തരത്തിലുള്ള ഒരു അഡീഷണൽ ഫീച്ചറും കൂടെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏത് വഴി കൂടിയാണോ വന്നേ ആ വഴി കൂടെ തന്നെ നമുക്ക് തിരിച്ചു പോവാം. എന്തായാലും അടിപൊളിയാണല്ലേ. വേറൊരു സംഭവം കൂടെ കാണിക്കട്ടെ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓഫ് റോഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓൾ വീൽ ഡ്രൈവ് ഇറക്കിയത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതായത് ട്രാൻസ്പെറന്റ് മോഡ്, അതായത് 360 ആംഗിൾ ക്യാമറ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ട്രാൻസ്പെറന്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ എക്സ്റേ എടുക്കണ പോലെ. നമുക്ക് 540 ക്യാമറ ഓൺ ആക്കാം. അടിയിലുണ്ടെന്നുണ്ടല്ലേ ക്യാമറ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് സെറ്റിംഗ്സ് കയറി നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് SBS കണക്ഷൻ എടുക്കുക. ജസ്റ്റ് ട്രാൻസ്പെറന്റ് മോഡ് നമുക്ക് ഓഫ് ചെയ്യാം, വേണമെങ്കിൽ മാത്രം ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ബാക്ക് ചെയ്യാം. ഓക്കെ. ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പെറന്റ് മോഡായി. അതായത് വണ്ടിയുടെ അടിഭാഗം വരെ കാണാനായിട്ട് പറ്റും. പിന്നെ 3D മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ റേഞ്ച് ഓഫ് സറൗണ്ടിങ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ സ്ലാബ് ഫ്രണ്ടിലുണ്ട്, നമുക്കത് കാണാൻ പറ്റും. ഈ ഒരു ആംഗിളിൽ ഇത് ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അതായത് ഇത് എങ്ങനെ കയറുന്നത് നിങ്ങൾ നോക്കിക്കോ. 20 കിലോമീറ്ററിന് താഴെ സ്പീഡിൽ നമ്മുടെ വണ്ടിയുടെ അടിയിൽ എന്ത് പെട്ടുണ്ടെന്ന് വരെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇതൊക്കെ വെറൈറ്റി. ഇത്ര അധികം ക്യാമറകളാണ് ശരിക്കും നമ്മുടെ വണ്ടീനെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കാണാം, അറിയാൻ പറ്റും. അടിപൊളി, പൊളി പൊളി. ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഓട്ടോ പാർക്കിംഗ് ഫംഗ്ഷനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്കിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല, ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചെടുത്തിക്കോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൽ വേറൊരു ടെക്നോളജിയും കൂടെ ശരിക്കും വന്നിട്ടുണ്ട്. ടെക്നോളജിയോട് വാരി കോരി കൊടുത്തിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ലൈവായിട്ട് പാർക്ക് ചെയ്താൽ ചോദിച്ചാലോ. നമുക്ക് ഇപ്പോൾ അവിടെ എനിക്ക് ആ ഒരു മുക്കിലേക്ക് പാർക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇതിൽ ഓട്ടോ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലൈൻ ഡിറ്റക്ട് ചെയ്തിട്ട് തന്നെ പാർക്ക് ചെയ്യാണ് ചെയ്യുക. അതിന് പുറമെ ലൈൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ പാർക്ക് ഓപ്ഷൻ വരും. അതിൽ പാർക്കിന്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാനുവലി നമുക്ക് പാർക്ക് ചെയ്യാം. അതെ, നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്തതിനകത്ത് ഇവിടെ പാർക്ക് ചെയ്യണം. അവിടെ പാർക്ക് ചെയ്യണം. നമുക്ക് അപ്പോൾ ആ സൈഡിലേക്ക് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതിന്റെ ക്ലിയർ ചെയ്യും എങ്ങനെ വേണം പാർക്കിംഗ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. റിവേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട് തിരിച്ചിട്ട് നമുക്ക് പാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ആംഗിളിൽ പാർക്ക് ചെയ്യണം. ജസ്റ്റ് ഇതിനകത്ത് പ്രസ് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, ഇപ്പൊ നമ്പറോ ഇറങ്ങുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഓട്ടോ പാർക്കിംഗ് ഓപ്ഷൻ ഇപ്പോൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആക്സിലേറ്റർ ഒന്ന് ടാപ്പ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടില്ല, റിമോട്ട് ചെയ്യാൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട. ഇതാണ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഇടാൻ പോണത്. അപ്പോൾ സ്റ്റിയറിംഗ് വണ്ടി തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. അതിന്റെ ഇഷ്ടത്തിന് ആള് പാർക്ക് ചെയ്യുന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലൈൻ ഉണ്ട്, ഡിറ്റക്ട് ചെയ്തോളൂ. ഓ, അതായത് തന്നെ ലൈൻ വരയ്ക്കുന്നില്ലേ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യണ്ട. അതായത് റിവേഴ്സലി പാർക്കിങ്ങിലൊക്കെ ടെൻഷൻ അനുഭവിക്കണവര് അത് ശരിക്കും ആ ഒരു പാർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാം. ചില സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെ ഇടിക്കും ഇവിടെ ഇടിക്കും, പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോർ തുറന്ന് ഇറങ്ങാൻ പറ്റൂ. അപ്പോൾ ആ ഡൗട്ടുകളൊന്നും നമ്മുടെ ഹാരിയർ EVയിൽ നിങ്ങൾക്ക് വേണ്ട. നമ്മൾ എവിടെയാണോ വരച്ചേക്കുക ആ ഒരു വരയിൽ പോയിട്ട് ആൾ പാർക്കായിക്കോളും. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിന്നോളും. പൊളിച്ച്
അടിപൊളി ഗൈസ്. ഇവരുടെ ഷോറൂം എന്തായാലും വേറെ ലെവലാണ് കേട്ടോ. നമ്മളവിടെ ചെന്നപ്പോ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോഫി അല്ലേ, അതെന്തൊരു പേര് അതിന്റെ? ഓക്കെ, അത് നിങ്ങളുടെ എല്ലാ ഷോറൂമുകളിലും ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കും. ചായ കുടിക്കാൻ തോന്നാ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ടാറ്റ കസ്റ്റമർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചായ കുടിച്ചു, അടിപൊളി ചായ ഈ സ്റ്റോറിൽ മാത്രം. അതേപോലെ തന്നെ ഇതിൽ കാണിക്കാൻ പാടാത്തൊരു സംഭവം കൂടി ഉണ്ട്. അതായത് കസ്റ്റമറിനെ അധികം പ്രൊമോട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണല്ലേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെറ്റിംഗ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മോഡും കൂടെ ഒളിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് വെഹിക്കിളിന്റെ സെറ്റിംഗ്സിന്റെ ഉള്ളില് ഒരു ഡ്രിഫ്റ്റ് മോഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡ്രിഫ്റ്റ് മോഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രിഫ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല, ആ ഒരു മോഡ് ഇട്ടിട്ട് ജസ്റ്റ് നിങ്ങൾ സ്റ്റിയറിംഗ് ഒടിച്ചു കൊടുത്ത് ഹാൻഡിൽ പിടിക്കുക, ആക്സിലേറ്റർ കൊടുക്കുക, വണ്ടി തന്നെ ഡ്രിഫ്റ്റ് ആയി കളിച്ചോളും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മോഡ് കൂടി ഇതിൽ ഒളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരുപാട് ആൾക്കാരാണ് ഹാരിയറിനെ ഒരു ഹേറ്റർ, ഞാനൊരു ഹാരിയറിൻ്റെ ഹേറ്റർ പോലെ കമൻറ്റ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഈ ബ്ലോക്കിലൂടെ ഇങ്ങോട്ട് വരില്ലല്ലോ, ഇവിടെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഏതെടുക്കണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡെലിവറി സമയത്ത് പറയാം. ഞാൻ എടുക്കാൻ പോണത് എൻ്റെ ആവശ്യം കാര്യങ്ങളൊക്കെ വേറെ ആയിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഞാൻ കുറെ നാൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. മീൻസ് ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ ആ ഒരു ഫീൽ, ആ ഒരു സ്റ്റിയറിംഗ് മാത്രമാണ് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനൊന്നും കൂടെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനിലേക്കാണ് പോണത്. അപ്പോൾ ഞാൻ എടുക്കാൻ പോണ വണ്ടി ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറയാം. പക്ഷേ ഇതൊന്ന് ഓടിച്ച് നോക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞുതരും. അതെ, പുള്ളിയുടെ നമ്പർ ഞാൻ താഴെയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഹാരിയർ ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ട് നിങ്ങൾക്ക്, ഓഫ് റോഡിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഡ്വഞ്ചറസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഓടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6ഓളം ടെറൈൻസ് മോഡ്സും 4 റൈഡിംഗ് മോഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഓൾ വീൽ ഡ്രൈവ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ടോപ്പ് വേരിയന്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾ ആ ഒരു ട്രെയിലർ കണ്ടോണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ റിവ്യൂസ് കണ്ടോണ്ടോ ഇതിൻ്റെ പരസ്യം കണ്ടോണ്ടോ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുക. എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ അടിപൊളി ഒരു വീഡിയോയിലാണ്. ബൈ.